അതല്ല അവിടെ നിന്നോട്ട്, മേലെ തന്നെ നിന്നോട്ട്. ഇത് കവറാണ്. ഞാൻ വെച്ചിട്ട് പോയില്ല. ഇവർ ഈ തൃച്ചംബരം അമ്പലത്തിൽ തന്നെ 70 വർഷമായിട്ടാണ് അല്ലേ കൊടുക്കുന്നത്? തൃച്ചംബരത്തെ കൂടി 70 വർഷം മുമ്പേ തുടങ്ങിയതല്ലേ? 77 ഇപ്പം എനിക്ക് 95ആയി. 26-ാമത്തെ വയസ്സിലാണ് തുടങ്ങിയ ആള്. തൃച്ചംബരത്തിൽ തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾ തന്നെ കൊടുക്കുന്നതല്ലേ? പിന്നെ അവിടെ എല്ലാ കൊല്ലം ആയിട്ടില്ല. ആ കൊല്ലം അടിച്ചതിന് ശേഷം പിന്നെ ഒരു 3 കൊല്ലത്തേക്ക് ഒന്നും അടിച്ചിട്ടില്ല, വീട്ടിൽ അടിച്ചിട്ടില്ല. പിന്നെ ഇവർക്ക് ഞാൻ പിന്നെ അടിക്കുന്നത്. ആ സമയത്ത് എല്ലാ കേൾക്കുന്ന കൊടിക്കൂറാണ്, കൊടിമരം തന്നെ ഇല്ലാത്ത എത്രയോ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അടിച്ചിട്ടാണ്. പിന്നെ അവിടെ രണ്ടാമതായും ഒരാഴ്ച അല്ല ഒരു കൊല്ലം 4-5 കൊല്ലം കഴിയുമ്പം വീണ്ടും പഴയതായിപ്പോയി, അതുകൊണ്ട് വേറെ വേണം. അപ്പോൾ ആദ്യം അടിച്ചു. ആ പഴയ അളവ് എടുത്ത് കൃത്യമായിട്ട് അളവെല്ലാം നോക്കി ആ കാലത്തൊക്കെ എനിക്ക് ഒരു കൊടിക്കൂറൊക്കെ 8 ദിവസം 9 ദിവസം വേണം. അളവ് തെറ്റാൻ പാടില്ലാവുന്ന വലിയ ഒരു വെപ്പ്. അതാ ഒരു പ്രത്യേകത. ചോദിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ആനന്ദ് മയ്യിലിൻ്റെ കൂടെയാണുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അമ്പലങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം അമ്പലത്തിൻ്റെ ഉത്സവത്തിനുള്ള കൊടിയേറ്റിനുള്ള കൊടിക്കൂറയാണത്. ഇത് ശ്രീ അച്യുത വാര്യർ, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് താമസം. 70 വർഷമായി അമ്പലങ്ങളിൽ ഉയർത്തുന്ന ഈ കൊടിക്കൂറ സ്റ്റിച്ച് ചെയ്യുന്നത്, തയ്ച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അച്യുത വാര്യർ. ഇപ്പോൾ വയസ്സ് എത്രയായി? 95-ാമത്തെ വയസ്സിലാണ്. ഇന്നിപ്പോൾ നമ്മൾ 95. ഇപ്പോൾ നമ്മൾ വരുമ്പോഴും ഒരു കൊടിക്കൂറ നിർമ്മാണത്തിലാണുള്ളത്, സ്റ്റിച്ച് ചെയ്യുന്നതിലാണ്. ഇപ്പൊ തയ്ച്ചത് എവിടത്തേക്കാ? പുളിമ്പറമ്പ് അമ്പലത്തിൽ, പുളിമ്പറമ്പ് പട്ടം പോകുന്ന വഴിക്ക് ആ അമ്പലത്തിലേക്കുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇത് എത്ര വർഷമായി ഈ അമ്പലത്തിലേക്കുള്ള ഈ കൂറ തയ്ക്കാൻ തുടങ്ങിയിട്ട്? 70 ആവാനായി. ആദ്യം ഒന്നടിച്ചുകൊണ്ട് കണക്ക് കൂട്ടിയാൽ 70 ആവാനായി. ഇപ്പൊ ഈ തൃച്ചംബരം ഉത്സവം കഴിഞ്ഞല്ലോ ഈ അടുത്ത ദിവസം. ആ തൃച്ചംബരം അമ്പലത്തില് എത്ര വർഷം ഏതാണ്ട് തൃച്ചംബരം അമ്പലത്തിൽ ഞാൻ തുടങ്ങിയത്? ഓ, അത് ശരി. അപ്പൊ അതുകൊണ്ട് അതെന്നെ പറയാലോ. അത് പറയാം. അടുത്ത അത് കഴിഞ്ഞാൽ പിന്നെ 3-4 കൊല്ലം ഞാൻ കോഴിക്കോട് വേണ്ടി വന്നിട്ടില്ല. പിന്നെ ആദ്യം അത് പഴയതായതുകൊണ്ട് നിറം വാങ്ങി വേറെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ വഴി തന്നെ ആയി. ഏത് വർഷമാണ് തൃച്ചംബരത്ത് ആദ്യം ചെയ്തത്? ഏത് വർഷമാണ് തൃച്ചംബരത്ത്? ഏകദേശം 73 കൊല്ലം അങ്ങോട്ട് കൂട്ടിയാൽ മതി. അത്രയും പഴയ. അപ്പൊ ആദ്യം തൃച്ചംബരത്ത് കൊടുത്തു, പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോ അത് പിന്നത്തെ 3-ാമത്തെ കൊടുക്കൽ അടിച്ചവർക്ക് എല്ലാ കൊല്ലുമായി. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു എന്താ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഏതെങ്കിലും വ്യക്തികളെ അടുത്ത 2 കൊല്ലത്തേക്കുള്ള ആളായി. അപ്പോൾ ഈ വ്യക്തികളാണ് ഇതിന്റെ അവർ സ്പോൺസർ ചെയ്യുന്നത് പോലെ അല്ലേ? ഇപ്പം ക്ഷേത്രം അറിയില്ല, കൊടിക്കൂറ വേണോ വേണമെന്നും അറിയില്ല. ഒരു കൊല്ലം 3 വേണം. ഒരു കൊല്ലം വെച്ചാൽ 3 കൊടിക്കൂറ ഒരു കൊല്ലം വേണം. അത് ഈ കൊടിക്കൂറ മാത്രമേ എല്ലാ കൊല്ലം അടിക്കുള്ളൂ. മറ്റു വേറെ 2 ഒന്ന് പൂക്കോത്ത് നടയിലും ഒന്ന് അമ്പലത്തിൻ്റെ മുകളിലെ നടയിലും ആ ഗോപുരത്തിലടക്കിയത്. അപ്പോൾ അത് രണ്ടും ചെറുതാണ്. ഇതിനെക്കാളും കുറച്ചും കൂടെ ചെറുതാണ്. അത് ആദ്യം ഓരോരുത്തർ വഴിപാടുണ്ടായും. ഇപ്പം മാറധികം വന്നാൽ മാത്രം അടിക്കും. അത് 4-5 കൊല്ലം ഭാഗമായിട്ട് ഉണ്ടാവും. ഇതിന് അളവുണ്ടോ? പ്രത്യേക അളവുണ്ടോ അമ്പലത്തിലേക്ക്? അളവ് കൃത്യമായിട്ടുണ്ട്. അത്
എല്ലാ അമ്പലത്തിനും വ്യത്യസ്തമായിരിക്കും, ഓരോ അമ്പലത്തിനും. അതെ, കൊടിമരത്തിനനുസരിച്ച് വ്യത്യാസം വരും. വേറെ കുറെ 2-3 വലിപ്പമാണ് കൊടിക്കൂർക്ക് എല്ലാ സ്ഥലത്തെ കൂടി ഉള്ളൂ. ഒരു ഇവിടുത്തേത് ഏറ്റവും വലുതാണ്. അതെ, തൃച്ചംബരം. ഇത് കഴിഞ്ഞപ്പോൾ തെക്കഭാഗത്തും സുമാറി ഇതുപോലെ വലിപ്പമുണ്ട്. എല്ലാ സ്ഥലത്തും ഇതേ വലിപ്പമില്ല. അപ്പൊ അതിന്റെ കണക്കെങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ഇത് ഏതാണ് തുണി ഉപയോഗിക്കുന്നത്? തുണി ഏത്? സാധാരണ കോട്ടൺ, നല്ല ഉണി നോക്കും. കോട്ടന്റെ നല്ല ഉണി നോക്കും. പോളിസ്റ്റർ എടുക്കില്ല. തുണി നിങ്ങൾ വാങ്ങിക്കും അല്ലേ? ഞാൻ വാങ്ങിക്കും. ഇത്രേ ഉള്ളൂ നോക്കാൻ. കറുപ്പ് വേണം, ചുവപ്പ് വേണം, വെള്ള വേണം. അതൊരു തന്ത്രി പറഞ്ഞ വാക്കാണ്. ഇവർ വേറെ കോഴിക്കോട് പല കൊടുക്കും 5 വർണ്ണക്കുള്ള കോഴിക്കോട് എത്രയോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 5 വർണ്ണമുള്ള പഞ്ചവർണ്ണം ഉള്ള കോഴിക്കോട് എത്രയോ കുട്ടികൾ അടിച്ചു കൊടുത്തു, ഏതൊരു അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അമ്പലത്തിലേക്കും തൃച്ചംബരത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ വയറും ക്ഷേത്രത്തിലുള്ള എല്ലാ കോഴിക്കോട് അടിക്കുന്നതും 3 വർണ്ണം. അത് പ്രത്യേകിച്ച് ആ തന്ത്രി പറഞ്ഞ വാക്ക് മുകളിൽ കറുപ്പന്നെ തുടങ്ങുമ്പം കറുപ്പാക്കണം, അവസാനിക്കുമ്പം വെള്ളയാക്കണം. സത്വ രജ തമോ ഗുണങ്ങളെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ കൊടിക്കൂറ എന്ന് ഇടവ് പൂന്തോട്ടത്തിൽ പാണ്ഡ്രങ്ങൻ നമ്പൂരി എന്നൊരു തന്ത്രി പറഞ്ഞ വാക്കാണ് അന്ന്. അപ്പോൾ അതിൻ്റെ 3 പ്രതീകം അയച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 3 വേണ്ടത് കളറ്. പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ഇറങ്ങി ഇന്ന് 5 വർണ്ണം വേണം 10 വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചു കൊടുത്തു, അത് നോക്കണ്ട. നിങ്ങൾ ഈ അടിക്കുമ്പോൾ അത് അടിക്കണം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ അന്ന്. അത് തന്ത്രി പറഞ്ഞ വാക്കാണ്. ഒരു കൊടി കൂറ തയ്യാറാക്കാൻ എത്ര ദിവസം എടുക്കും? തൃച്ചംബരത്തിൽ ഇപ്പം 7 ദിവസമാണ്. 7 ദിവസം പഠിക്കുന്നത്. കൈ എടുത്ത് ജാമ്യം കിടക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടെ പൂർണ്ണമായിട്ട് തൂക്കാൻ കഴിയും. കൂടുതൽ പണി ഒന്ന് കാണിച്ചത് ഇതിനാണ്. ഇതാണ് കൂടുതൽ. കുറേ ദിവസം 5 ദിവസം പഠിക്കും. ഇതാണ് 5 ദിവസം എടുത്ത് 4-5 ദിവസത്തിന് മേലെ പിടിക്കും. ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഇതിൽ ഓരോ രൂപങ്ങളൊക്കെ, ഈ രൂപങ്ങളൊക്കെ ഓരോ അമ്പലത്തിന് ആവശ്യമുള്ളത് ചെയ്യുന്നതാണ് അല്ലേ? ശിവന്റെ അമ്പലം വെച്ചാൽ കാളയാക്കും, അല്ലെങ്കിൽ ആന. ഈ 2 മോഡൽ അമ്പലത്തിൽ ആനയാക്കല്ലേ. അത് കട്ട് ചെയ്തിട്ട്, തുണി കട്ട് ചെയ്തിട്ട് ആ രൂപത്തിൽ എടുക്കുകയോ ചെയ്യാം. ഇതുപോലത്തെ ലേസ് മാത്രം വെച്ചിട്ട് തുണി കട്ട് ചെയ്യല്ല. അപ്പൊ വരക്കും ആദ്യം വരക്കും എന്നിട്ട് ലേസ് വെച്ചിട്ട് ഈ രൂപത്തിലേക്ക് അച്ഛൻ്റെ മോളിക്ക് ലേസ് വെക്കും. അതിർത്തിയേ വേണ്ടൂ, ഇജമാത്തേ വേണ്ടൂ, പിന്നൊന്നും വേണ്ട. അപ്പൊ ഒരു അമ്പലത്തിലെ കൊടിക്കൂറ വേണമെന്ന് പറയുമ്പോ ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാലോ. അപ്പൊ ഇന്ന് അമ്പലത്തിലെ ഇതെന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? പ്രതിഷ്ഠ എന്താണോ നോക്കും. അപ്പൊ അതിന് കണക്കായത് അതിൻ്റെ ആയിരിക്കും. പിന്നെ കൊടിമരമുണ്ടോ പഴയതുണ്ടെങ്കിൽ പഴയത് കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ പഴയതില്ലെങ്കിൽ അതിൻ്റെ അളവും കിട്ടും. അത് അതേ നിങ്ങൾ നീളും ഇതിൻ്റെ നിങ്ങൾ വേണ്ട, എത്ര വീതി വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ച് അളവ് ഇങ്ങനെ പറയും. അത് അളവ്, ആ അളവ് കിട്ടിയാൽ ഞാൻ ബാക്കി എൻ്റെ ബുദ്ധി. അപ്പൊ ഇതിന്റെ സൈഡില് ഇത് വെക്കുന്ന സാധനം എന്താണ്? ഇപ്പൊ ഇങ്ങനെ സ്റ്റീലിന്റെ കമ്പി, ഇരുമ്പിൻ്റെയാണ്. ഇപ്പൊ സ്റ്റീലിന്റെ കമ്പിയിലാണ് ഇത് ചേരുന്നത് അല്ലേ? ഒരു അമ്പലത്തിലെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ വർഷവും ഇത് ചെയ്തു കൊടുക്കേണ്ടി വരുമോ? എല്ലാ വർഷവും വേണ്ട, സൂക്ഷിച്ചിട്ട് കൃഷ്ണമർത്തിനെ ഓരോരുത്തർ വഴിപാടാണ്. അത്രേ ഉള്ളൂ. ഇക്കൊല്ലം എൻ്റെ വക. അതല്ലെങ്കിൽ സൂക്ഷിച്ചാൽ മതി. ഇക്കൊല്ലം പറയും സത്യം പറയാം, എൻ്റെ മൈമോളിൽ ഉള്ള 4 കൊല്ലം ഇവിടെ പറഞ്ഞിട്ട് നോക്കി. ഇക്കൊല്ലം ദേവസ്വത്തിൽ പറഞ്ഞു എഴുതി വെക്കും. അത് പറഞ്ഞു ഇന്ന് ഇക്കൊല്ലം ഇന്ന് മുളകാണേ എന്ന് പറഞ്ഞു. ഉള്ളെക്കൊന്ന് പറഞ്ഞു അച്ഛന്മാരെ ഇക്കൊല്ലം എന്നതാണ് ബുക്കിംഗ് ആണല്ലേ? അതുകൊണ്ട് പക്ഷെ ആരായാലും ഞാൻ കൊടുക്കൽ ഇവിടെ കൊടുക്കില്ല, ഞാൻ ഇവിടെ എടുത്ത് വെക്കും. നിങ്ങൾ ആരാണ് അവർ വൈകുന്നേരം 5 ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് അവിടെ സഞ്ചിയിലാക്കി വെക്കും. ദീപാരാധന മുമ്പായി വന്നിട്ട് അവരമ്പലത്തെ കൊണ്ടുപോകും. ദീപാരാധന കഴിഞ്ഞ മുമ്പെയോ അതവരങ്ങനെ നിറയിലാണ് കൊണ്ടുപോകും. അത് നിറയിൽ കൊണ്ടിട്ട് അവർ ആ തൽക്കാലം ആ തരത്തേക്ക് എടുത്തു. അപ്പൊ ഇത് ആവശ്യപ്പെട്ട ആളെ കൂടെ നിങ്ങളും കൂടി പോയിട്ടാണ്? ഒന്നുമില്ല.
ഇത് അടിച്ച് അവർക്ക് കൊടുത്താൽ എൻ്റെ ബന്ധം വിട്ടു. അല്ല, അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്നല്ലേ അവർക്ക് കൈമാറുന്നത്? അത് അമ്പലത്തിൽ അവർ കൊണ്ടുപോകും. അവര് കൊണ്ടുപോകും. അത് ശരി. ആരാണോ കഴിക്കുന്നത് അവര് കൊണ്ടുപോകും. അവൻ അമ്പലത്തിൽ എടുത്ത് കൊണ്ടുപോയിട്ട് ആ ദേവസ്ഥ പറഞ്ഞു ഒരു 10 രൂപ റെസീറ്റ് വേണം. എന്തെങ്കിലും സാധനം ഒപ്പിക്കുന്നതിന് ഒരു റെസീറ്റ് ഉണ്ട്. 10 രൂപ കൊണ്ട് തന്നെ ഒരു സാധനം ആ ഒരു 10 രൂപ റെസീറ്റ് മേടിക്കും. ഇത് നടക്കാതെ കൊണ്ടുപോകും. അതൊക്കെ എല്ലാവരും അകത്ത് വെച്ചു. അത് ഉടനെ ഇങ്ങോട്ട് പുറത്തേക്ക് കുറച്ചുണ്ടാവും, പുറത്തേക്ക് കൊടുക്കും. പിന്നെ കൊട്ടാരത്തെ സൂക്ഷിക്കും. എപ്പോഴാണ് വേണ്ട അമ്പലത്തിലെ കൊട്ടാരത്തിന് എടുത്തോളുക. ഇത് ഈ അമ്പലത്തിലേക്ക് വേണ്ടി ആക്കുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ അങ്ങനെ വ്രതം അങ്ങനെ എന്തെങ്കിലും? എനിക്ക് വ്രതത്വമില്ല. ഇല്ല. ഞാനിപ്പം രാവിലെ കഴിച്ചാൽ കുളിക്കും. കുളിച്ചിട്ട് പോലത്തെ എൻ്റെ പണി തുടങ്ങല്ലോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. അശുദ്ധമാവുന്ന പ്രശ്നമില്ല. എപ്പോഴും ശുദ്ധം തന്നെ. എപ്പോഴും ആൾക്കാർക്ക് ശുദ്ധം. 2 നേരവും കുളിക്കും. വൈകുന്നേരം വേപ്പൻ തന്നെ എന്തായാലും കുളിച്ചിട്ട് പോലത്തെ അകത്ത് പോകും. 2 നേരവും കുളിച്ച് പോകും. അതിന് പ്രത്യേകം ശ്രദ്ധിച്ചൊന്നും ഇത് അതിൻ്റെ ആവശ്യം എൻ്റെ വയസ്സുണ്ടോ ഇതുകൊണ്ട് ആവശ്യമില്ല. ഇത് ഇപ്പൊ ഈ ഒരു പ്രായത്തില് എപ്പോഴാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക? രാവിലെ എഴുന്നേൽക്കുക? ഒന്നും ചിന്തിക്കല്ലേ. എന്നിട്ട് തുന്നപ്പണി എടുക്കാൻ തുടങ്ങുമ്പം ഞാൻ മെല്ലെ ഈ കടലാസ് നോക്കും. ഈ കടലാസ് ഞായറാഴ്ച സൺഡേ 4 മുതൽ 6 വരെ രാഹുകാലാണ്. ഓ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സമയത്ത്. ആനന്ദ ഇതൊന്നും പക്ഷെ ഇവിടെ അത് ഓർമ്മയില്ല. അപ്പൊ രാവിലെ പഴയ തുടങ്ങുമ്പം ഞായറാഴ്ച ഞായറാഴ്ച തുടങ്ങില്ല. ഇന്നിപ്പം വെള്ളിയാഴ്ച അപ്പോൾ 10:30 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് തുടങ്ങിയിട്ട് 7 അടിക്കാൻ നോക്കുമ്പോൾ അത് സമയം നോക്കും. 10 മണി 10:30 ആവാനായി തുടങ്ങണ്ട അവിടെ വെച്ചു. പിന്നെ 12 മണി കഴിഞ്ഞാൽ ഞാൻ മെല്ലെ തുറക്കും. സൂക്ഷിച്ച എല്ലാ ദിവസവും വേണ്ടതല്ലേ? അല്ല അത് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? എനിക്ക് കഥ പോയി നോക്കും. അടുക്കളയിൽ പോയി കഥ നോക്കണ്ടേ. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? ഇപ്പോൾ രാവിലെ 5:15 എഴുന്നേൽക്കും. 5:15 സ്ഥിരമായിട്ട് കഴിയുമ്പോൾ വല്ല പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ 5 മണി 5 മണിക്ക് കഴിയും. എന്നിട്ട് ഇപ്പൊ ഈ സമയം നോക്കിയിട്ട് ഇത് ചെയ്ത് തുടങ്ങിയാലേ പകല് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് തുടർച്ചയായിട്ട് ചെയ്യാം. അല്ല ഇടയ്ക്ക് എണീറ്റ് പോവോ? അല്ല, ഇത് ചെയ്ത് കുറച്ചായിട്ട് ചെയ്ത് കുറച്ച് എനിക്ക് പോകും. പിന്നെ ഒന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നുമില്ല. ഞാൻ കുറച്ച് ഇത് അടിച്ച് കുറച്ചായി ഇനി പോട്ടെ. ഇന്ന് വേണ്ട എന്നാകുമ്പോൾ ഒരാഴ്ചയിലെ അവധിയും വേണ്ട. പിന്നെ നാളെ തുറക്കാം. നാളെ തുറക്കും. അല്ല മറ്റന്നാളാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒന്നും നോക്കില്ല. തീർത്തിട്ട് 10 എണീച്ചിക്കൊള്ളും. ഈ ആ പറഞ്ഞ സമയത്ത് കൃത്യം കൊടുത്തിരിക്കും. അവർ വരുമ്പം ഞാൻ കവറിലാക്കിയിട്ട് വെക്കും. ഇപ്പം ഞാൻ അടിക്കുന്ന നോക്കുന്നത് ഒരു കവർ അടിക്കാനാണ് നോക്കിയത്. കവർ ഇത് ഇടാൻ വേണ്ടി ഒരു കവർ. എന്തെങ്കിലും തുണിയിൽ ഒരു കവർ വേണ്ട. ഇത് അടിക്കാൻ വേണ്ടി നോക്കി ഈ കവർ ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പം വന്നു. ഇത് എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഒരു തുന്നക്കാരനല്ലേ ഞാൻ. ഒരു 21ാമത്തെ വയസ്സിൽ തുന്ന പണിയാണ്. അന്നേരം തുന്നല് എല്ലാം തുന്നുന്നല്ല. ഡ്രസ്സെല്ലാം തുന്നുന്നായിരുന്നു ആ സമയത്ത്. എല്ലാം പാൻറ്റില്ല. കാര്യം നല്ല പാൻറ്റൊന്നുമില്ല. ഈ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന പാൻറ്റില്ലേ ചെറുട്ട് അവർക്കൊന്നും എഴുതി കെട്ടുന്നതല്ലേ ഉള്ളൂ. അന്ന് പിന്നെ ഇന്നത്തെ അങ്ങനത്തെ ഫാഷൻ ഒന്നും ഇപ്പൊ അങ്ങനത്തെ പാൻറ്റ് തുന്നാൻ സാധിച്ചില്ല. പഠിച്ചിട്ടില്ല. കടയുണ്ടായിരുന്നോ? തുന്ന കടയുണ്ടായിരുന്നോ? എനിക്ക് സ്വന്തമായിട്ടൊരു മരുന്ന് പടയുണ്ടായിരുന്നു. അമ്മ ആയുർവേദമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പീടിയ ടൗണിലെടുത്തു. അപ്പോൾ അവിടെ കച്ചവടമൊന്നുമില്ല. അമ്മ മരിച്ചു. കച്ചവടമൊന്നുമില്ല. ആ മരുന്നെല്ലാം ആർക്കെല്ലാം വെറുതെ ആർക്കെല്ലാം കൊടുത്തു. നിങ്ങൾ കൊണ്ടുപോയി മരുന്ന് വെറുതെ കൊടുത്തു. ആ മരുന്ന് വെറുതെ കൊടുത്തു. ആവശ്യമുള്ള അത് തോയും പൈസ മണിക്കല്ല. എപ്പം പോയിനൊന്നും അറിയില്ല. പിന്നെ ആ അലമാറി ഇതെല്ലാം എടുത്ത് മെല്ലെ തുന്നപ്പണി ആറാക്കുന്നത് തൊട്ട ഒരേ പീടിയേൻ്റെ ഒരു കോലായി ഒരു ഭാഗത്തൊരു തുണിക്കഴിയുണ്ട്. ഞാനിപ്പോഴത്തെ മരുന്ന് വീഴും. അപ്പോൾ 6 തുന്നക്കാനുണ്ട്. അന്നത്തെ കാലത്ത് ഏത് തുന്നപ്പീടിയയിലും ഒരു തുന്നക്കാനാവും. ഇന്ന് ഒരൊറ്റ പീടിയയിലും തുന്നക്കാൻ ഉണ്ടാവില്ല. അന്നങ്ങനെയല്ല. തുന്നക്കാൻ ആശ്രയിച്ചാൽ നേരത്തെ കച്ചവടം. തുന്നക്കാരനുണ്ടാവും ഒരു ബട്ടൺസ് വെക്കുന്ന ഒരു പഠിക്കാൻ വരുന്ന. അപ്പോൾ അയാൾ ഇവിടെ നിൽക്കുന്നത്
എന്നെ പഠിപ്പിച്ച ഗുരുദാനൊന്നല്ല, എങ്കിലും ഞാൻ ആടുന്ന എന്നെ പേടിയാണ് ഞാൻ നോക്കും. ഞാൻ വലിയ കോഴിയാണ്. ഇപ്പോൾ ഞാൻ നോക്കി അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പേടിയിൽ നിന്നു. പെട്ടെന്ന് നോക്കുക, അത് ഞാൻ നോക്കി ഞാൻ പഠിച്ചു. ഏകലവിന്റെ മാതിരി നോക്കിയേച്ചു ഒന്നും കണ്ടില്ല. ആ തുന്നക്കാരൻ എണീച്ച് പോകുമ്പോൾ മെല്ലെ ഞാൻ പോയി അടിയിരിക്കും. അവൻ എന്നെയും പഠിക്കുന്നു. അവനെന്നെയും പഠിച്ച പ്രശ്നം കുറച്ച് ഞാൻ അടിക്കാൻ തുടങ്ങി. അയാളുടെ പേരെന്നാ? ആ തുന്നക്കാരന്റെ പേര്? ദാമോദരൻ. ചാലിയനാണ്. അവിടെയാണ് ആ ഭാഗത്ത് അവർക്ക് നല്ല ഇഷ്ടമുള്ളത്. പിന്നെ ഞാൻ ഒരു ദിവസം ചാലിനകത്ത് ഗുരുനാഥൻ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അയാൾക്ക് ഇഷ്ടമില്ല എന്നെ പഠിപ്പിച്ചാൽ. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഒരു കത്തിരി ഞാൻ മുറിച്ചിടും, കത്തിരി മേടിച്ചിടും. അന്നേരം അയാളെ കാണിച്ചു പോയി. തുന്നലിന് ഇരുന്നല്ലോ, ഡ്രസ്സല്ലേ തുന്നുന്നത്. ഈ അമ്പലത്തിന്റെ കൊടിയിലേക്ക് വന്നത് എങ്ങനെയാണ്? അമ്പലത്തിന്റെ കൊടിയിലേക്ക് ക്രമേണ ഒരു 5-6 കൊല്ലം കഴിഞ്ഞ ശേഷം, 5-6 കൊല്ലം കഴിഞ്ഞ ശേഷം അത് ആരെങ്കിലും വന്ന് ആവശ്യപ്പെട്ടതാ? ഒരാൾ ആവശ്യപ്പെട്ടതന്നെ. ഒരു മുണ്ടയാടൻ കൃഷ്ണൻ, അമ്പലത്തിൽ നേരത്തെ കൃഷ്ണന്റെ പേരില്. അയാൾ അച്ചു ഇങ്ങനെ എന്നെക്കാട്ട് 10-15 വയസ്സ് ജാസ്തിയില്ല. എൻ്റെ അമ്പലത്തിൽ നേരൊക്കെ ആ ഗോപുരമില്ലേ, ആ ഗോപുരത്തിൽ തൊട്ടിപ്പറങ്ങുന്നൊരു വീട്ടിൽ ഒരു കൃഷ്ണൻ്റെ പേരിൽ അയാൾ പറഞ്ഞു, മുണ്ടാടി കൃഷ്ണൻ. അയാൾ പറഞ്ഞു, അവിടെ അച്ഛനെ നീ ഒരു കൊടിക്കൂര വെക്കണം, എൻ്റെ വകയിൽ ഒരു കൊടിക്കൂര വെക്കണം, നീ എൻ്റെ അടിക്കൂല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം കൃഷ്ണേട്ടാ, ഞാൻ നോക്കാം. എനിക്കൊരു ധൈര്യം തുന്നെ പഠിക്കാനല്ലേ അടിക്കാൻ. അന്ന് തന്നെ ഞാൻ സമുദായം പറഞ്ഞേ മാനേജർ അന്നത്തെ സമുദായത്തെ കണ്ടു. പഴയ കോഴിക്കോട് പഴയക്ക് അച്ഛട്ട് ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, ഞാൻ തുറന്നേരാം. ആൾമാർ തുറന്ന് എനിക്ക് കോഴിക്കോടിരുന്ന് നീ അതെ കൊണ്ടുവച്ചോ. എന്നിട്ട് അവിടുന്ന് പിന്നെ നോക്കിയത് എന്താ ചെയ്യോ, കുറച്ച് പോലായി ഏതായാലും ഒന്ന് പുതിയ കിട്ടിയില്ലേ, അതിനെ കൊണ്ടുപോയിക്കോ. ദേവസ്വം വെക്കല്ല, അയാളെ കൃഷ്ണൻ പിറവ് ചത് നോക്കിയിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ടൊന്ന് അന്നത്തെ കുറേ പണിയുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം അതിപ്പോ ഇവിടെ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഈ ചത്തം ഇപ്പം ശീലാണ്. അന്ന് ഈ ശീല ഞാൻ പാടുന്നില്ല, പാടണമെന്നും അറിയില്ല. അത് ഉപയോഗിക്കാൻ പാടുന്നു. അന്ന് ചൂരലാണ്. ഈ ചൂരൻ ഇവിടെ ആലക്കൊണ്ടോളം പോയിട്ട് ആ വണ്ണം കൃത്യമായിട്ട് കിട്ടുന്ന ചൂരിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അടിച്ചു പോയി. ആലക്കൊണ്ടോളം പോയി അതിനകത്ത് അത് ഇവിടെ വിവാഹത്തിൽ കഴിഞ്ഞ് ചൂരിലുണ്ട് വണ്ണുള്ള ചൂര്. മറ്റേ ഇതിന് കിട്ടുന്ന വണ്ണം കണക്കായിട്ടില്ല, കിട്ടുന്നില്ല. ഇതാണ് വലിയ കുറച്ച് വള്ളി മേടിച്ച് കൊണ്ടുവന്ന് അത് ചൂടാക്കി എന്തെങ്കിലും വെച്ച് അത് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച ശേഷം അത് നീങ്ങാതിരിക്കാൻ വേണ്ടി അപ്പുറം ഇപ്പുറം പല കഷ്ടമെല്ലാം വെച്ച് അത് വെച്ചു. ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് വലിക്കാൻ നീങ്ങാണ്ടായി. പിന്നെ തുണി ഇട്ട് കഴിഞ്ഞാൽ അത് നിൽക്കും. 70 വർഷം മുമ്പുള്ള ആദ്യമായിട്ട് കൊടിക്കൂറ തുന്നിയതാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളുകൾ അറിഞ്ഞു വരാൻ തുടങ്ങി. തന്ത്രി പറഞ്ഞു ലോഹം പാടില്ലാത്തൊന്നുമില്ല. 7 ലോകം ക്ഷേത്രത്തിൽ പഞ്ചലോഹം നിർബന്ധമാണ്. വിഗ്രഹം പോലും പഞ്ചലോഹമാണ്. അങ്ങനെ സ്റ്റീലിൻ്റെ അങ്ങനെ സ്റ്റീലും എന്ത് വേണമെച്ചാൽ വരെ എന്ത് വേണമെച്ചാൽ എടുക്കാം, സൗകര്യം പോലെ. അതൊന്നും അതൊരു കണക്കൊന്നുമല്ല. കൊടിക്കൂറുണ്ട് നീളവും വീതിയും കണക്ക് വെച്ചാൽ മതി. മറ്റേ അത് നീളത്തിനനുസരിച്ച് കൊടിക്കൂറ വേണം. അത് പറഞ്ഞാൽ നീ ചോദിച്ചാൽ അന്നേരം പറഞ്ഞുതരുകയും ചെയ്യാം. എന്നാ തന്ത്രി പൂന്തോട്ടിലെ എന്നപ്പാ പാണ്ടിങ്ങനെ ബൈനാൾ അയാൾ പ്രധാനപ്പെട്ട തന്ത്രിയാണ്. ഈ കുടിക്കൂര അല്ലാതെ ഉഷ്ണിപീഠം അല്ലെ, ഈ തിടമ്പിന്റെ താഴെ ഇങ്ങനെ വെക്കുന്നവരെ അതിന്റെ ആ കവറ് തയ്യാറാക്കി കൊടുക്കണം. മറ്റേ മരമാണ്. ഓ അത് ശരി. മരത്തിന്റെ തൊപ്പി ഈ തലയിൽ അതുണ്ടാക്കി മരത്തിന്റെ ചുറ്റോടി എടുത്തു. പിന്നെ അധികവും ഈ എന്താ കുമ്പത്താണ് എടുത്തത്. കുമ്പത്തിന്റെ മരം അല്ലെങ്കിൽ പ്ലാവാൻ വേവിച്ച് കൂടും. കുതുമ്പ എന്നപ്പ പേര് കുമുതാകുമ്പോൾ അങ്ങനെ വേവിക്കും, വിഷം വരില്ല. അത് എങ്ങനെ വേണിച്ചാൽ ചെത്തി വിറ്റാക്കാൻ പറ്റും. കുമുത് വേടിയും കീറൊന്നും വരില്ല. കുമുതിന് രാവിലെയും ഇങ്ങനെ കീറി വരില്ല. അപ്പം അത് ഞാൻ ചെത്തി വിറ്റാക്കിയിട്ട് കുഴിയാക്കി വെച്ചു. പിന്നെ പീഠം ഉറപ്പിക്കുന്നതിന് ഉള്ളിൽ 4 ചതുരക്കെത്തിയാലിങ്ങനെ
വെറും കട്ടിയിൽ വെച്ചിട്ടുണ്ടാവും. അത് അമർത്താതെ വെച്ചാൽ അതവിടെ ഉറച്ച് നിൽക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് ഇവിടെ ഇതെല്ലാം എടുത്തതിന് ശേഷം ആ മരത്തിനെ മുകളിൽ ഒരു ലേശം പൊന്തിച്ചാട് വെക്കും. അപ്പോൾ അത് പൊന്തിയിരുന്നാൽ അതിന് അവിടെ എത്തിച്ച് നിൽക്കും. ഇപ്പം മുമ്പ് എണീക്ക് ചെയ്യുമെന്ന് ശരിയായോ ഒന്നിനെ നോക്കും, മറത്ത് വെച്ചാൽ പിന്നെ തലയിൽ ഇവിടുന്ന് നടക്കില്ല, ഇതിവിടെ നടക്കില്ല, തലയിൽ നൽകിയെങ്കിലേ ഉള്ളൂ. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കവർ അടിച്ചു കൊടുക്കുന്നതാണോ? കവറ അടിച്ചു കൊടുക്കില്ല, അത് ആശയത്തിൻ്റെ പണിയാണ്. അത് അവര് ആക്കി കൊണ്ടുവരുമല്ലോ എല്ലാം കൂടെ അത് ഒന്നുണ്ടായാലും അത് എന്ത് തുണിയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ തോണം കട്ട കോട്ടൊന്നും അത് എത്ര ഇതായിട്ടുണ്ടാവും? ഒറ്റ ഇതായിട്ടാണോ അല്ല 2-3 മടക്കാക്കി? ഒന്നും വേണ്ട, ഒന്ന് അടിച്ചിട്ട് അതിന്റെ മുകളിൽ വീണ്ടും വെക്കും. അങ്ങനെ എത്ര വെക്കും? 2-3 വെക്കും. 2-3 ഇത് ഇതിനിട്ട് കഴിഞ്ഞാൽ 2-3. ആദ്യത്തെ ഒരു കവർ ഉണ്ടാവും, അത് നോക്കൊന്നുമില്ല, ആരെയും ചുളിവലുണ്ടാവും. മൂന്നാമത്തെ കവർ വെക്കുന്നത് തുണി ഇത് കടിച്ച് നിൽക്കുന്നതിന് വേണ്ടി അതിന് കവർ അധികമാക്കണം. ഉറപ്പ് കിട്ടാൻ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി. അത് ഇപ്പം തൃച്ചമരത്ത് കഴിഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്താൽ ഇക്കൊല്ലം കൊടുത്തു. അതെയോ? അച്ചോട്ടൻ ചെയ്തു കൊടുത്താൽ ഒരു കൊല്ലം 2 പ്രാവശ്യം കൊടുക്കും. അത് വേറെ അമ്പലത്തിലും കൊടുത്തിട്ടുണ്ടോ? വേറെ അധികം അമ്പലത്തിൽ ഇല്ല. അതാ തിരുവനന്തപുരത്ത് ചെന്നക്കാരുടെ. അത് എല്ലാ കൊല്ലം വേണ്ടി വരില്ല, മാറ്റേണ്ടി വരില്ല. ഇവിടെ മാറ്റണ്ട, ഇവിടെ എവിടെയും മാറ്റമില്ല. ആ മരത്തിന്റെ ഒന്നിന് മുഴുവൻ കവർ ഇട്ടാൽ കവർ മാത്രം പേഴ്ത്താൽ മാറ്റി കൊടുക്കും. ഇവിടെ മാറ്റും, എല്ലാ കൊല്ലവും കവർ മാറ്റും. ഈ പിടിച്ചേക്കൊക്കെ മണ്ണിടും. ശാന്തിക്കാർ അമ്പലത്തെ തിരി വെക്കളം കത്തി വിമാനത്തിൽ ഇത് കൊടുത്തെങ്കിൽ വരും. അപ്പൊ അതിന്റെ ഇവിടെ 10-14 ദിവസത്തോളം വേണല്ലോ അല്ലെ? ചില അമ്പലത്തിൽ ഒരു ദിവസമല്ലേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ 14 ദിവസം ഉപയോഗിക്കുന്ന ഇത് ഒന്ന് തന്നെ ആയിരിക്കില്ലേ? ഒറ്റ ഒന്നല്ല. അപ്പൊ അതെന്തായാലും ഒന്ന് എക്സ്ട്രാ കരുതി വെക്കും. അത് ശരിയാ. എന്തെങ്കിലും കാരണത്താൽ പറ്റിയിട്ടില്ലെങ്കിൽ അന്ന് വേണ്ടിയൊന്നും അന്നാമത്തെ ഒരു പിന്നെ ഉഷ്ണപീഠം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് ഒന്ന് പൊതെടുത്ത് വെക്കും. ഉഷ്ണപീഠം അല്ല അതിന്റെ പേര്? ഉഷ്ണപീഠം. അപ്പോൾ അത് 2 വീഴ, 2 ഒരേ അളവിനാണ്. തലക്ക് കണക്കായിട്ട് അളവാകും. കുറച്ച് ലൂസ്, ചില കുട്ടികൾ തലവെള്ളം കുറവ് ലൂസാവും. പക്ഷെ അതൊന്നും അത്ര പ്രശ്നമല്ല. ഈ തുണി കഷ്ടം ഉള്ളിൽ നല്ലോണം വെക്കും. ഓരെങ്കിലും നല്ല കോഴി തോർത്ത് വെക്കും. അപ്പോൾ അതാണ് മുറുക്കി നിർത്തും. അതാണ് മുറുക്കി നിൽക്കും. തലക തോർത്തെല്ലാം വെച്ച് ഓർത്തി മറ്റേ പിന്നാട് നിൽക്കും. പിന്നെ അവർ പിടിച്ചിട്ടേ നിൽക്കും. ഉഷ്ണപീഠം. ഇനി ഇതിപ്പോ ഇവിടുത്തെ അമ്പലത്തിലെല്ലാം കൊടുത്ത പല അമ്പലത്തിലും കൊടുത്തല്ലോ. കണ്ണൂർ ജില്ലക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് പോയി അമ്പലത്തിൽ വെച്ചാൽ കൊടുക്കല്, അല്ല കേരളത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ആരും ആവശ്യപ്പെട്ടില്ല. ഇല്ല. കോഴിക്കോട് കൊടുത്തിട്ടുണ്ട്. അതെ കൊടിക്കൂർ കൊടുത്തിട്ടുണ്ട്. അതാ കോഴിക്കോട് കോഴിക്കോട് ഡൽഹിയിൽ ഒരു മലയാള സമാജത്തിലെ ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം. ഡൽഹിയിൽ അയ്യപ്പ ക്ഷേത്രം പുതുതായിട്ട് അവർ ആൾക്കാരെല്ലാം പോയ ശേഷം ഒരു ചെറിയ ക്ഷേത്രമാക്കി. വലിയ ക്ഷേത്രമല്ല, നമ്മൾക്ക് നമുക്ക് കുടുംബത്തിലൊരു ക്ഷേത്രമുണ്ട്, അതേപോലെ ഒരു ചെറിയ ക്ഷേത്രം. അപ്പോൾ അവർക്ക് കൊടുക്കരുത്. അവ ഞാൻ അടിച്ചാലാണ് കഴിഞ്ഞതിൻ്റെ പോലത്തെ മരത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കി അവർ ഒരു മരത്തിന് മുമ്പിലേക്ക്, ബനാന മരത്തിന് മുമ്പിലേക്ക് ഒക്കെ കൊടുത്തു. മലയാളികളാണ്, ഇവിടെ കണ്ടത് ഇവിടുത്തെ മലയാളികളാണ്. ഈ ഇതിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നല്ല. ഇത് കൊടിയേറ്റ സമയത്ത് ഈ കൊടുത്ത അമ്പലത്തില് അച്ചുവേട്ടൻ തയ്യാറാക്കി കൊടുത്ത അമ്പലത്തിൽ കൊടിയേറ്റ സമയത്ത് പോവാറുണ്ടോ? ഇപ്പം കൊലയിൽ പോയില്ല. മറ്റേ കഴിയുന്ന സമയത്ത് പോകില്ല. ഈ മരത്തിന്റെ ഈ വീട് എൻ്റെ മരുമോള് വീടാണ്. ഈ ആടെ എന്നാൽ തിരച്ചിന്റെ തിരക്ക് ആടെ പോയി നോക്കുമ്പോൾ ഒന്നും കാണില്ല. തൃച്ചമരത്തിന്റെ അല്ല ഞാൻ ചോദിച്ചത് വേറെ അമ്പലത്തിൽ കൊടുക്കാറുണ്ടല്ലോ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നില്ല. ചെറിയ ക്ഷേത്രത്തിൽ പോകും. ഒരു പ്രാവശ്യം പഴയങ്ങാടിൽ ഇപ്പോഴത്തെ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമില്ല. ഇപ്പം മാടായിക്കാവ് കഴിഞ്ഞിട്ട് ഹനുമാരം ആടെ അടിക്കുമ്പോൾ ഞാൻ അടപ്പത്ത് പോകാൻ പോയി. കോഴിക്കോട് ഇതെല്ലാം എടുത്ത് ഞാൻ കാണാൻ പോയി. ഇത് ഒരു ദൈവികമായ ഒരു സംഗതിയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാണത് മനസ്സിനൊരു ഇത് തരുന്നത്? അങ്ങനെ ഒന്നും പറയില്ല.
അത് എന്തായാലും രാവിലെ കുളിച്ചെടുക്കൽ വേറെ ഉച്ചയോടൊന്നും ഒന്നുമില്ല അല്ല മനസ്സിനൊരു സംതൃപ്തി എന്തായാലും അല്ല അതിന്റെ ഒരു ദൈവത്തിന്റെ ഒരു ഒന്ന് ചെയ്യും. ഒരു തുടങ്ങണേ പുതുതായിട്ട് ഒന്ന് തുടങ്ങുക എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം തമ്മിൽ പോയി ആദ്യം 50 ഉറുപ്പ്യക്ക് എത്രയേ ഉള്ളൂ, ഒരു 50 ഉറുപ്പ്യ പാൽപ്പാസം കഴിച്ചിട്ട് വഴിപാട് കാടിയൊക്കെ കൃഷ്ണൻ ടെമ്പിൾസിൽ വരും. അത് അവിടെ അത് ഇക്കൊല്ലും ഇതിൽ ഈ അടിക്ക് ഞാനും ചെയ്തില്ല. തുടങ്ങുന്നതിന് മുമ്പേ ഓടിപ്പോയി മറന്നുപോയി. 10 മണിക്ക് എത്ര മണിക്കായി ഞാനിപ്പം പായസം തീർന്നു അതിനോട് ഇതുവരെ അമ്പലത്തിൽ ഇപ്പം ആര് പറഞ്ഞു പിന്നെ പായസം ശീലിച്ച് പോയി എല്ലാം കഴിഞ്ഞല്ലോ എത്തുവരെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയിട്ട് പായസം പറഞ്ഞു എനിക്ക് പായസം പറഞ്ഞാൽ കിട്ടും. പായസം എല്ലാം പുറത്ത് കൊടുത്തതിന് തീർന്നു എന്ന് പറയില്ല. എനിക്കെന്തേലും സാധിക്കാതെ തരും. അകത്ത് സാധിക്കാൻ ഇപ്പോൾ അവർക്ക് എടുത്തു അതിൻ്റെ അത്യാവശ്യം പാലം തരും. കൊടിയാണല്ലോ അവിടെ പറക്കുന്നത്. അപ്പോൾ കൃഷ്ണനും അറിയാലോ അത്. അവർ പോവും അങ്ങനെ കിട്ടും. പായസം നിർബന്ധം ഇത്ര പായസം കഴിച്ചാലും ഞാൻ പറയും നിങ്ങൾ പിറ്റ തന്നാൽ മതി, ഇല്ലെങ്കിൽ സാരമൊന്നുമില്ല. ഈ ഒരു മിഷൻ എത്ര പ്രായം ഉണ്ടാവും? ഈ മിഷൻ അധികം പ്രായം ആയിട്ടില്ല. ഞാൻ ഇത് ഒരു 75 വയസ്സിൽ കൊല്ലത്തിന് പഴക്കൂടാതെ 75 വയസ്സ് മേലെ പഴക്കുള്ളത്. ഞാൻ വാങ്ങിയത് അതേ പഴക്കമുള്ള ഇത് സിംഗറല്ല. ആ സിംഗർ ഇപ്പം വീട്ടിലുണ്ട്. ഇവിടെയില്ല, ഞാൻ പണിയെടുത്ത പീടികയിലുണ്ട്. എനിക്കൊരു പീടിയില്ല. ആ പീടി എപ്പോഴും ഉണ്ടോ? നിലവിലുണ്ടോ ആ പീടി എപ്പോഴും അവിടെ ഉണ്ടോ? സ്റ്റേറ്റ് ബാങ്കിന്റെ മുമ്പിൽ. അതെയാ? ഓ അത് ശരി. ഇപ്പൊ ഇവിടെ നിന്നില്ല, മോനാണ് നോക്കുന്നത്. ആ മിഷൻ സ്റ്റേറ്റ് ബാങ്കിൽ ആ മിഷൻ പീടികയിൽ ആ മിഷൻ. ആ പീടികയിൽ ഇപ്പൊ എന്താ ഉള്ളത്? തുണി ഷോപ്പാണോ? പൂജാ സാധനങ്ങൾ. അതിന്റെ മിഷൻ അവിടെ ഇരിക്കും. അപ്പൊ ഈ ഒരുപാട് കൊടിക്കൂറകള് മറ്റേ ഉഷ്ണ അല്ല കൊറേ കൊടിക്കൂറ കൊടുത്തിട്ടില്ല. ഇതിൽ 10 കൊല്ലത്തെ 15 കൊല്ലത്തെ ഇപ്പം അത്ര അനുഭവം കൊണ്ടതാണ്. മറ്റേതാണ് പണ്ടത്തെ ഒരു പഴയ മിഷൻ സിംഗർ മിഷൻ ഞാൻ വാങ്ങിയതാണ്. അതിനാ തുടങ്ങിയത്. അതിന് ഒരിക്കലും പോവില്ല. അതിപ്പോ ഉപയോഗിക്കാറില്ല. ഇല്ല, അത് ഉപയോഗിക്കാറില്ല. പോലെ കഴിക്കാൻ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴ്ച നോക്കണിച്ചിട്ട് എടുത്തിട്ട് കൊള്ളാം. അതെന്തായാലും എവിടെയും കൊടുക്കൂല, അതിങ്ങനെ സൂക്ഷിക്കും. കൊടുക്കുന്ന എനിക്ക് അതെ, അത് ആദ്യം തുടങ്ങിയതല്ലേ ഇല്ലല്ലേ? തുടങ്ങിയത് ഞാൻ ഒന്ന് പോയി എനിക്ക് എല്ലാം ഞാൻ പഠിപ്പിച്ച ശേഷം പോകുമ്പം ഞാൻ വേറെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് പോയിക്കോ, എടുത്തോളി, ഒന്നും വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ എന്നപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പോയി ആയിക്കോട്ടെ സമയം പറഞ്ഞു. വേറെ മിഷൻ എനിക്കുണ്ട്. ആ ഒരു മിഷൻ ഈ സ്റ്റാൻഡോട് കൂടിയിട്ട് മിഷൻ ഒരു നല്ല കത്തിരയിൽ ഇതുപോലത്തെ കത്തിര ഉണ്ടാക്കുന്ന വാങ്ങുന്ന കത്തിരല്ല, ഉണ്ടാക്കുന്ന കത്തിര. ആ കത്തിരിലും ഓനെ കൊടുത്തു. മിഷൻ എടുത്തു, ഓരോരുത്തർ പിടിച്ചോർന്നു. അവൻ പിടിച്ചത് ഞാൻ ഇതിനെ കല്യാണിക്ക് കൊണ്ടുപോയിക്കോ. വേറെ മിഷൻ അന്നത്തെ മറ്റേ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 2 മിഷൻ. 2 മിഷനിൽ മറ്റേത് കൊടുത്തു. ശിഷ്യന് പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മിഷനുണ്ട്. ആ മിഷൻ ഓന് കൊടുത്തു. ഈ ശിഷ്യൻ എന്ന് പറയുമ്പം ഈ കൊടിക്കൂറ തുന്നാൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൊടിക്കൂറ ഓൻ തൊഴിലിപ്പം തുന്നുന്നുണ്ട്. എന്നാ പേരെന്നാ ശിഷ്യന്റെ പേര്? ലക്ഷ്മണൻ. ഇവിടെ തന്നെ തളിപ്പറമ്പ് അല്ല, മഴൂരാണ്. ഇതേപോലെ തുന്നി കൊടുക്കുന്നുണ്ടല്ലോ. തുന്നി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഇടയ്ക്കനിപ്പം ഇതിപ്പം ഞാൻ തന്നെ അടിച്ചത്, ഒന്നും സഹായിച്ചില്ല. ഞാൻ തിരുത്തമ്പത്ത് അമ്പലത്തിൽ കൊടുക്കാനാവില്ല. അത് 27 ഇഞ്ച് വലിപ്പമുണ്ട്. ഇത് 17 ഇഞ്ച്, അല്ല 18 ഇഞ്ച്. അത് 27. എനിക്ക് എന്ത് കഷ്ടപ്പെട്ടാലും ഇത് നീ 27 ഇഞ്ച് എനിക്ക് ഇവിടുന്ന് കിട്ടണ്ടേ? ഓ, ഇതിന്റെ മെഷീന്റെ അത് കിട്ടണം. എനിക്കാവില്ല. അവരടിക്കാൻ ഒന്നേരം തരും. ഇവിടെ ഇതെല്ലാം ചെയ്തു വെക്കും. പക്ഷെ 2ാമത്തെ ജോയിൻ്റ് ചെയ്യാൻ സാധ്യമാവില്ല. അത് ചെയ്യാനാകുമ്പം മോനെ വരാൻ വരും. ഓൻ ഇങ്ങനെ ഇരിക്കുന്നതിലും ഇങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കാല് ഇങ്ങനെ ഓൻ ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് ഓൻ നയിക്കാനാവും. എനിക്ക് ആവില്ല, ഇപ്പം ആവില്ല. പണ്ടങ്ങനെ ചെയ്യലുണ്ട്. ഈ ഉത്സവത്തിന്റെ സമയമാകുമ്പോൾ അങ്ങനെ വല്ലാതെ തിരക്ക് വരാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഉത്സവ സമയത്ത് 2-3 തന്നെ വരലുണ്ട്. അത് മകരം മുതൽക്ക് ഏത് ദിവസത്തെ ഉത്സവം മകരത്തിനെ തുടങ്ങില്ല.
മകരമാസം അല്ല പക്ഷെ ഇത് നേരത്തെ ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാറില്ല. അല്ല ഈ തൃച്ചംബരത്തെ അല്ല ഇങ്ങനെ ബുക്കിംഗ് ആയല്ലോ അടുത്ത കൊല്ലം. പക്ഷെ ആ സമയമാകുമ്പോ ചെയ്യുള്ളൂ അല്ല, ആ സമയമാകുമ്പോ ചെയ്യും, ആ സമയമാകുമ്പോഴേ ചെയ്യുള്ളൂ അല്ല, നേരത്തെ ചെയ്ത് വെക്കൂല. 10-12 ദിവസം മുമ്പേ ചെയ്യൂ. അതിനുമ്പേ ചെയ്യും. ഞാനിവിടെ ചെയ്ത് വെച്ചു. അവർക്ക് പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിന് വല്ല അഴുക്കോ പറ്റി ഞാൻ എന്ത് ചെയ്യും? പിന്നെ കൊണ്ടുപോകുന്ന കച്ചോട്ട ചെന്നിട്ട് ഈ മണ്ണാൻ്റെല്ലോ ഇവിടെ എണ്ണ പറ്റിട്ടൊരു എന്നോട് പറഞ്ഞ് എൻ്റെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സമയം ഉണ്ടാവില്ല. അതിന് ദിവസമുണ്ട്, ആ സമയം ചെയ്യും. ഒരു എത്ര വയ്യാലും ഒരാഴ്ചക്ക് അപ്പുറം പോവില്ല. അതിനിപ്പോൾ ചെയ്യും. ഈ നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി ഒന്ന് പറഞ്ഞാലോ ചേട്ടാ? എത്ര ഭാര്യന്റെ പേര്? ഭാര്യ രേവതി. രേവതിയാ. മക്കൾ എത്ര? നക്ഷത്രം രേവതി. നക്ഷത്രം രേവതിയോ? എന്റെ നക്ഷത്രം രേവതി. പേര് അച്യുതൻ. നക്ഷത്രം രേവതി. നാശമില്ലാത്തവൻ. അതെ, ചുതി ഇല്ലാത്തവൻ. അച്ഛനത്തെ പിറകെ ഞാൻ. മക്കൾ എത്ര? ബ്രാഹ്മണനാണ്. മക്കളെ പേര്? മക്കളെ പേര് മൂത്ത മകളാണ്. എളുപ്പം ഗുരുവായൂരമ്പലത്തിലെടുക്കുക കടകളാണ്. ചൊവ്വലൂരാണ് കൊണ്ടുപോയി. ചൊവ്വലൂര്. പേരെന്നാ മകള്? ഹേമലത. ഹേമലത. മകന്റെ പേര് സനൽകുമാർ. രണ്ടാമത്തെ മകന്റെ പേര് പ്രസന്നകുമാർ. 2 കുമാരും സനൽകുമാർ, പ്രസന്നകുമാർ. പ്രസന്നകുമാറാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ സംസാരിച്ച് പോയതല്ലേ? പ്രസന്നകുമാർ തളിപ്പറമ്പിൽ കടയുണ്ടെന്ന് പറഞ്ഞത്. തളിപ്പറമ്പിൽ സ്റ്റേറ്റ് ബാങ്കില്ലേ, അതിന് മുമ്പിലാണ്. മാത്രം ഇപ്പോൾ കുറെ കൊല്ലായി. നമ്മളിനി പിന്നെ ഇവരോടൊന്നും കൂടി ഒന്ന് സംസാരിക്കാം. ആനന്ദ അച്ചേട്ടന്റെ ഭാര്യയാണ്, പറഞ്ഞു രേവതി എന്ന് പേര്. നക്ഷത്രം രേവതി അല്ലേ? അതെയാ? ഇപ്പൊ പറഞ്ഞ തളിപ്പറമ്പിലുണ്ടെന്ന് പറഞ്ഞു. അതെ, ശരിയാ. നമ്മള് പ്രധാനമായിട്ട് വന്നത് ഈ കൊടിക്കൂറ 10-70 വർഷമായിട്ട് ചെയ്യുന്നതെന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊരു 65 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ട് അത് പറഞ്ഞു. അതിന് പറഞ്ഞു. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു സമയം നോക്കിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് അല്ലേ? 4 മണി എണീക്കും. അതെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നോക്കിട്ട് ചെയ്യും. 4 മണി എണീറ്റ് കുളിച്ച് സഹായിക്കോ നിങ്ങൾക്ക്? ഇപ്പൊ സഹായിക്കലൊന്നുമില്ല. അല്ല, ഇതിന്റെ കണക്കും കാര്യങ്ങളും അതൊന്നും ഈ ഭാഗത്തേ വരാറില്ല അല്ലേ? നോക്കും പോകും. അത്രേ ഉള്ളൂ. പിന്നെ നോക്കിയില്ല. അത് ഈ ചെയ്യുന്നതിലും വളരെ ഒരു വിട്ടുവീഴ്ചയില്ലല്ലേ? പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കും. സമയത്ത് കൊടുക്കും. തലേ ദിവസം ആക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെ അവർ ഇവിടെ എടുത്തു പോകും. അല്ല, ഞാൻ ചോദിക്കുന്ന ഇതിപ്പോ ഈ ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെ രൂപം ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോ ഈ പ്രായമായി നല്ല ക്ഷമമാണല്ലോ അത് കൃത്യമായിട്ട്. ഇപ്പൊ ഗരുഡന്റെ രൂപം അത് ലൈസ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? ക്ഷമയുണ്ട്. ഇടക്ക് ദേഷ്യം വരൂലേ? അച്ചോറിന് ദേഷ്യം വരൂല. ദേഷ്യം വരൂല അല്ലെ? ദേഷ്യം വരലില്ല അല്ലെ? ഇല്ലെന്ന് പറഞ്ഞ. അതെ, എന്നാ ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചോട്ടെ. അതല്ല ഞാൻ ചോദിച്ചത്. ഇതെല്ലാം ഇപ്പോഴും ഈ പ്രായത്തിലും വളരെ ക്ഷമയോടെ. ഇത് മാത്രല്ല, ഇത് അമ്പലത്തിന്റെ കാര്യമായതുകൊണ്ട് സൂക്ഷ്മതയോട് വേണല്ലോ. അതിനെ കൃത്യം കുളിച്ച് വന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അത് ചിലപ്പോ നേരത്തെ വേണമെന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് എണീറ്റ് 4:30 മണിമ്പോ ലൈറ്റോടെ കത്തിച്ച് വെച്ചിരിക്കും. ഈ ഇത്രയും വർഷത്തിലടക്ക് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇതുവരെ ഒരാൾ ഏൽപ്പിച്ചത് വൈകി പോയിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടേ. അതിപ്പോ പറഞ്ഞു ഞാൻ, അവർ പറഞ്ഞ ബാഗിൽ ആക്കി വെച്ച് കാത്തിരിക്കുന്ന പറഞ്ഞു. അതന്നെ വേറെ ഒരു പ്രശ്നമില്ല, ഒന്നും താമസമില്ല. അത് ആ സമയമാകുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെക്കും. അതാ സമയം. ഇതിപ്പം നാളെ മറ്റന്നാൾ വരുന്നത്, അതായത് ആക്കി കഴിഞ്ഞു. നാളെ സഞ്ചിയിലാക്കി. ഇത്രയും സമയം നഷ്ടപ്പെട്ടു നമ്മൾ സംസാരിച്ചോണ്ട്. അതിനൊന്നും ഒരു കുറവില്ല. കൃത്യസമയത്ത് കൊടുക്കും. കഴിഞ്ഞ കൊല്ലം കൊടിക്കൂരി അടിച്ചിട്ട് ഉച്ചക്ക് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ് പോകാന്ന് കുളത്തിലാണ് വീണത്. തലേ ഉച്ചക്കാ പോയി. എന്നാ അവിടെ കൊടുക്കാൻ സൗണ്ടർ കൊടുത്താൽ അതിന്റെ ഉടമ വന്ന് വാങ്ങിയിട്ട് അകത്ത് കൊടുത്തോളൂ. അങ്ങനെയൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇല്ല. 1.5 ആഴ്ച കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു. കൈ വിരൽ മടക്കി പോയി. അപ്പൊ ആടെയാന്ന് പറ്റിയത്. ഒരാഴ്ച മോന്റെ മകൻ അടിക്കും, വക്കടിക്കും. അത് ശരി. ചെറിയ മോൻ ചെറിയ 9ാം ക്ലാസ്സിൽ കലാവാസനുണ്ട്.
ഡാൻസ് നല്ല ഡാൻസാണ്. കുറേ സ്റ്റേജിൽ പാലക്കാട് സ്റ്റേറ്റിലൊക്കെ പോയി. അതെയാ? ഓ, വയസ്സത്രയായിട്ടോ? 13 വയസ്സ്. 9ാം ക്ലാസ്സിൽ പോയിട്ട് 13 അതെ അതെ ഇപ്പൊ നല്ല ഡാൻസ്. അല്ല എന്തായാലും പിന്നെ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നത് ഇതൊന്നും അതെ, ആദ്യമേ പഠിക്കാൻ ദൈവത്തിന്റെ പോകാം. കാര്യമാണ്. അതെ അതെ അയ്യോ, ഇത്രയും വയസ്സായിട്ടും ചെയ്യൂല. ശരിയാണ്. ഞാൻ ചില വെള്ള ശരി. ആ, തൈക്കൻ്റെ വീടാണ് മരുമോൻ എൻ്റെ എൻ്റെ ഏടത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്. ഓ, തൈക്കണ്ടി എന്നാണ് വീട്ടിൽ വരും. അമ്പലത്തിന് നേരെ വടക്ക് ഭാഗത്ത്. ആ, ആ. ഓ, അതുകൊണ്ട് അവിടെ പോയി അല്ലേ ഉത്സവത്തിന്? പോയി അവിടെ ആരും ഇല്ല ഉണ്ട്. ഉത്സവം 9 മണിയെല്ലാം കഴിഞ്ഞില്ല. അനിയത്തിന്റെ മോനും അവന്റെ കുട്ടികളെല്ലാം ഉണ്ടാകും. ഉത്സവം 9 മണിയെല്ലാം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ അതിന് നിന്നില്ല. ഇല്ല. രണ്ട് തർപ്പിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ 7 നമ്മളത് തിരിച്ചു വന്നു. അതേ ഇവിടെ എല്ലാ ദിവസം പോയിട്ടുണ്ടാവില്ലേ തിച്ചമ്പലത്ത്? അത് ദിവസം രാവിലെ 4:30 പോകും. വെളിച്ചാവുമ്പോ 5 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. ഒരാണ്ട് ഇതുകൊണ്ട്